മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റപത്രവുമായി കോൺഗ്രസ് രംഗത്ത്. വീഡിയോ ചിത്രീകരണം മുതൽ സംസ്കാര ചടങ്ങുകളിൽ വരെ മൻമോഹൻ സിംഗിനോടും കുടുംബത്തോടുമുള്ള അവഗണന ദൃശ്യമായിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആരോപിച്ചു. ദൂരദർശന് മാത്രമായിരുന്നു ചിത്രീകരണത്തിന് അനുമതിയുണ്ടായിരുന്നത്. ദേശീയ പതാക മൻമോഹൻ സിംഗിന്റെ ഭാര്യയ്ക്ക് കൈമാറിയപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റു നിന്നില്ല. ഭൂട്ടാൻ രാജാവ് എഴുന്നേറ്റു നിന്നപ്പോഴും മോദി ഇരിക്കുകയായിരുന്നു. സംസ്കാര സ്ഥലത്ത് അല്പം സ്ഥലം മാത്രമാണ് കുടുംബാംഗങ്ങൾക്ക് നൽകിയതെന്നും ആരോപണമുണ്ട്. അതേസമയം സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി.ജെ.പി. വാക്പോര് രൂക്ഷമാകുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി തന്നെയാണ് ബി.ജെ.പി. നൽകുന്നത്. മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്ന കോൺഗ്രസ് ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദയും രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടന്ന ദിവസം രാഷ്ട്രീയം കളിക്കുന്നത് ദൗർഭാഗ്യകരമെന്നാണ് നദ്ദ പറഞ്ഞത്. അതേസമയം ബി.ജെ.പിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. മൻമോഹൻ സിംഗിന്റെ സംസ്കാരത്തിൽ മര്യാദ പാലിച്ചില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധ പരിപാടികളിലേക്കടക്കം കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ദൂരദർശൻ ഒഴികെയുള്ള വാർത്താ ഏജൻസികളെ സംസ്കാര ചടങ്ങുകൾ ചിത്രീകരിക്കാൻ അനുവദിച്ചില്ലെന്നും സിംഗിന്റെ കുടുംബത്തെ പോലും കാണിക്കാതെ ക്യാമറ അമിത്ഷായെയും നരേന്ദ്രമോദിയും കേന്ദ്രീകരിച്ചുവെന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആരോപിച്ചിരുന്നു. മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന്റെ മുൻനിരയിൽ 3 കസേരകൾ മാത്രമാണ് അനുവദിച്ചത്. അദ്ദേഹത്തിന്റെ പെൺമക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും സീറ്റ് വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നിർബന്ധിക്കേണ്ടി വന്നു. കുടുംബത്തിന് ചിതയ്ക്കു ചുറ്റും മതിയായ ഇടം നൽകിയില്ല. പൊതുജനങ്ങളെ ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അമിത്ഷായുടെ വാഹനവ്യൂഹം വിലാപയാത്ര തടസ്സപ്പെടുത്തിയെന്നും ആരോപണമുയർത്തുന്നുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.